തല്ലിക്കൊല്ലാനാണാവോ രാവിലെ തന്നെ കുറെ ഒച്ചയും ബഹളമൊക്കെ വെച്ച് കയ്യിലെന്തോ എടുത്ത് ഇറങ്ങി പോയിട്ടുണ്ട്. ഞാനൊന്ന് ബാക്കിൽ പോയി നോക്കട്ടെ എങ്ങോട്ടാണ് ഈ പോക്കെന്ന്. ആള് നമ്മൾ ഉദ്ദേശിച്ച അത്ര അക്രമകാരിയല്ല ഗൈസ്. രാവിലത്തെ ഒച്ചയും ബഹളവും ദേഷ്യമായിരുന്നില്ല, സങ്കടായിരുന്നു. ഒരു കാർ മുതലാളിയുടെ രോദനം. നമ്മളിവിടെ സിറ്റി സെന്ററിൽ ജീവിക്കുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതാണ്. ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്നിടത്ത് സ്ട്രീറ്റ് പാർക്കിംഗ് അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ഇത് നമ്മുടെ മാത്രം അവസ്ഥയല്ല, ലംബോർഗിനി, മെക്ലാരൻ, ആസ്റ്റൺ മാർട്ടിൻ വരെ ഈ സ്ട്രീറ്റിൽ ഇങ്ങനെ കിടക്കുന്നത് കാണാം. പിന്നെ ഈ ചെത്തിക്കോരി മാറ്റുന്നതിന്റെ കളർ കണ്ട് പേടിക്കണ്ട, ഇത് സ്നോ തന്നെയാണ്. സ്നോ നോർമലി വീഴുന്നോണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഇപ്പൊ കാർ ഇതിനുള്ളിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റാത്തതാണ് പ്രശ്നം. ഇന്നേ വരെ കൈക്കോട്ട് കണ്ടിട്ടില്ലാത്തവരെ കൊണ്ടുവരെ ഷവലെടുപ്പിക്കുന്ന ഈ പണി ചെയ്തത് നമ്മുടെ സ്വന്തം മുനിസിപ്പാലിറ്റിയാണ്. സ്നോ വീണ് കഴിഞ്ഞാൽ നല്ല ട്രാഫിക് ഉള്ള, പോരാത്തതിന് ട്രാമും കൂടെ പോകുന്ന ഇതുപോലത്തെ റോഡെല്ലാം നമ്മുടെ മുനിസിപ്പാലിറ്റിന്റെ ഒരു വണ്ടി വന്ന് ക്ലീൻ ചെയ്യും. അവർ ഈ റോഡിലെ സ്നോ മൊത്തം സൈഡിലേക്കാക്കി മാറ്റും. അങ്ങനെ കൂടി രണ്ട് സൈഡിലും ഒരു വരമ്പ് പോലെ സ്നോ ഐസായിട്ട് മാറിക്കിടക്കും. അതിനുള്ളിലാണ് നമ്മുടെ കാർ വിട്ടുപോകുന്നത്. അതുകൊണ്ട് ഇനി ഒരു വീട് മാറുകയാണെങ്കിൽ കിടക്കാൻ റൂമില്ലെങ്കിലും പാർക്കിംഗ് സ്പേസ് ആണ് അത്യാവശ്യം.